ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ ഏറ്റവും ആരാധക പിന്തുണയുള്ള ടീമുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്ന ഈ പിന്തുണയെ പറ്റിയൊക്കെ പലപ്പോഴും ചർച്ചയാവാറുണ്ട്. എന്നാൽ ഈ ആരാധക കൂട്ടത്തിലെ വലിയൊരു വിഭാഗം ഉൾപ്പെടുന്നത് കേരളത്തിലെ മലബാർ ഏരിയ കേന്ദ്രീകരിച്ചാണ്. ഈ മലബാർ ഏരിയയിൽ നിന്ന് ISLലേക്ക് ഒരു ടീം വന്നാൽ എങ്ങനെ ഉണ്ടാവും? പറഞ്ഞു വരുന്നത് ഗോകുലം കേരള FC പറ്റിയാണ്. ഗോകുലം കേരള FCക്കും ISLനും ഇടയിലുള്ള ദൂരം ഇനി ഒരേ ഒരു മത്സരം മാത്രമാണ്. ലീഗ് മത്സരങ്ങൾ അതിന്റെ അവസാന റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ഒരു ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതുപോലുള്ള ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏപ്രിൽ മാസം 6-ാം തീയതി ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണി. ഈ സമയം നിങ്ങൾ കുറിച്ചിട്ടോളൂ. ഇത് കഴിഞ്ഞു വരുന്ന 1.5 മണിക്കൂർ സമയം ഇന്ത്യൻ ഫുട്ബോളിൽ ചിലപ്പോൾ പല മാറ്റങ്ങൾക്കും വഴിതെളിച്ചേക്കാം. ലീഗിന്റെ ഒരു സീസണിൽ ഒരു ടീം കളിക്കേണ്ടത് 22 മത്സരങ്ങളാണ്. ഇതിൽ 21 മത്സരങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് ഒരേ ഒരു മത്സരം മാത്രമാണ്. ഈ മത്സരം ബാക്കി നിൽക്കെ നിലവിലെ പോയിന്റ് ടേബിൾ നമുക്കൊന്ന് പരിശോധിക്കാം. 39 പോയിന്റുള്ള ചർച്ചിൽ ബ്രദേഴ്സ് ആണ് പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തുള്ളത്. 37 പോയിന്റുള്ള ഗോകുലം കേരള 2-ാമതും 36 പോയിന്റ് വീതമുള്ള റിയൽ കാശ്മീർ 3-ാമതും ഇന്റർ കാശി 4-ാമതുമാണുള്ളത്. 33 പോയിന്റുള്ള രാജസ്ഥാൻ 5-ാം സ്ഥാനത്ത് നിൽക്കുന്നു. 1-ാമതുള്ള ചർച്ചിൽ ബ്രദേഴ്സും 2-ാമതുള്ള ഗോകുലം കേരളയും തമ്മിൽ 2 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണുള്ളത്. ഈ വ്യത്യാസം ഗോകുലയ്ക്ക് മറികടക്കണമെങ്കിൽ അടുത്ത മത്സരത്തിൽ ഗോകുലം കേരള വിജയിക്കുകയും ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടുകയും വേണം. ഇവിടെയാണ് ഏറ്റവും കൗതുകകരമായ വസ്തുതയുള്ളത്. 1-ാം സ്ഥാനത്തുള്ള ചർച്ചിൽ ബ്രദേഴ്സിന് കളിക്കേണ്ടത് 3-ാം സ്ഥാനത്തുള്ള റിയൽ കാശ്മീരുമായിട്ടാണ്. എന്നാൽ ഗോകുലം കേരളയ്ക്കാവട്ടെ 9-ാം സ്ഥാനത്തുള്ള ഡംബോ SC ആണ് എതിരാളികൾ. ഒരുപക്ഷെ ഗോകുലം കേരള വിജയിക്കുകയും ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടുകയും ചെയ്താൽ ചർച്ചിൽ ബ്രദേഴ്സിനെ പിന്തള്ളിക്കൊണ്ട് ഗോകുലം കേരള പോയിന്റ് ടേബിളിൽ 1-ാം സ്ഥാനത്തെത്തും. അതോടുകൂടി ISLലേക്കുള്ള പ്രമോഷൻ ലഭിക്കും. ഇനി മറ്റൊരു സാധ്യത പരിശോധിക്കാം. ചർച്ചിൽ ബ്രദേഴ്സും റിയൽ കാശ്മീരും തമ്മിലുള്ള മത്സരം സമനിലയായാലോ? ഈ മത്സരം സമനിലയായാൽ ഇരു ടീമിനും ഓരോ പോയിന്റ് വീതമാണ് ലഭിക്കുന്നത്. ഗോകുലം വിജയിക്കുകയും ഈ മത്സരം സമനിലയാവുകയും ചെയ്താൽ ഗോകുലം കേരളയ്ക്കും ചർച്ചിൽ ബ്രദേഴ്സിനും തുല്യ പോയിന്റ് ആവും. പക്ഷെ അങ്ങനെ നടന്നിട്ട് കാര്യമില്ല. കാരണം ലീഗിൽ തുല്യ പോയിന്റ് വരുമ്പോൾ പോയിന്റ് ടേബിളിൽ പരിഗണിക്കുക ഹെഡ് ടു ഹെഡ് സ്റ്റാറ്റ്സ് ആണ്. തമ്മിൽ ഏറ്റുമുട്ടിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ സീസണിൽ ഏറ്റുമുട്ടിയ 2 മത്സരങ്ങളിലും ചർച്ചിൽ ബ്രദേഴ്സ് ഗോകുലം കേരളയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മത്സരം സമനിലയായതുകൊണ്ട് ഗോകുലം കേരളയ്ക്ക് ഒരു ഗുണമില്ല. റിയൽ കാശ്മീർ വിജയിക്കുക തന്നെ വേണം. ഇനി കാര്യങ്ങളെല്ലാം ഗോകുലം കേരളയ്ക്ക് അനുകൂലമായാലും അപ്പോഴും ചെറിയൊരു പ്രശ്നം കിടപ്പുണ്ട്. ഇന്റർ കാശിക്ക് 39 പോയിന്റ് ഉണ്ടായിരുന്നു നിലവിൽ. പക്ഷേ ഒരു മത്സരത്തിൽ സസ്പെൻഷനിലുള്ള ഒരു താരത്തെ കളിപ്പിച്ചതിനെ തുടർന്ന് അവരുടെ 3 പോയിന്റുകൾ വെട്ടിക്കുറയ്ക്കുകയുണ്ടായി. ഇതിനെതിരെ ഇന്റർ കാശി കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലവർ വിജയിക്കുകയാണെങ്കിൽ ഇന്റർ കാശിക്ക് വീണ്ടും ആനുകൂല്യം ലഭിക്കും. ഇന്റർ കാശിയുടെ അടുത്ത മത്സരം 5-ാം സ്ഥാനത്തുള്ള രാജസ്ഥാനുമായിട്ടാണ്. ആ മത്സരത്തിൽ അവർ വിജയിച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് 42 പോയിന്റ് ആവും. പക്ഷേ കേസിൽ അവർ പരാജയപ്പെട്ടാൽ 39 പോയിന്റോടെ അവർക്ക് സീസൺ അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ ഗോകുലം കേരള തന്നെ വിജയികളാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ചർച്ചിൽ ബ്രദേഴ്സ് പരാജയപ്പെടണമെന്ന് മാത്രം. എല്ലാവരും മറക്കാതിരിക്കുക, ഏപ്രിൽ 6-ന് വൈകുന്നേരം ഇന്ത്യൻ സമയം 4 മണിക്ക് കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ വെച്ച് ആ മത്സരം അരങ്ങേറും. ഗോകുലം കേരളയ്ക്ക് നമുക്ക് എല്ലാവിധ പിന്തുണയും നൽകാം. കേരളത്തിൽ നിന്ന് 2 ISL ടീമുകൾ എത്തുമെന്ന പ്രതീക്ഷയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ്. ആരാധക പിന്തുണയിൽ പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുന്ന പിന്തുണയൊന്നും ഗോകുലത്തിന് ലഭിക്കുന്നില്ല. 30,000-വും 40,000-വും ഒക്കെ കാണികളുടെ കണക്കുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് പറയുമ്പോൾ ഗോകുലം കേരളയുടെ മത്സരം കാണാനാവട്ടെ ചുരുക്കം ആളുകളാണ് ഗ്രൗണ്ടിലെത്തുന്നത്. കോഴിക്കോട് EMS സ്റ്റേഡിയത്തിൽ ഗോകുലത്തിന്റെ മത്സരം കാണാൻ എത്തുന്ന ശരാശരി കാണികളുടെ എണ്ണം വെറും 2164 മാത്രമാണ്. ഇതിൽ തന്നെ ഈ സീസണിൽ ഏറ്റവും വലിയ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതാവട്ടെ 6243-ഉം ഏറ്റവും കുറവ് 406 കാണികൾ എത്തിയ ഒരു മത്സരവും നടന്നിട്ടുണ്ട്. എന്നാൽ ഈ മത്സരം കാണാൻ വലിയൊരു ആരാധക കൂട്ടത്തെയാണ് മാനേജ്മെന്റും ടീമും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മത്സരം ഫ്രീ എൻട്രി ആയിട്ടാണ് നടത്തുന്നത്. പണം മുടക്കി ടിക്കറ്റ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഈ മത്സരം കാണാൻ സാധിക്കും. ലീഗ് മത്സരങ്ങൾ ഇന്ത്യയിൽ ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് സോണി സ്പോർട്ട് നെറ്റ്വർക്കാണ്. സോണിയുടെ വ്യത്യസ്ത ചാനലുകളിലായി നിങ്ങൾക്ക് ലീഗ് മത്സരങ്ങൾ കാണാൻ സാധിക്കും. സോണി ലിവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് മൊബൈൽ ഫോണിൽ മത്സരം കാണാൻ സാധിക്കും. ഈ മത്സരം കാണാനുള്ള മറ്റു മാർഗങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിട്ടുള്ള നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ മറക്കാതെ ജോയിൻ ചെയ്യൂ. 2017-ലാണ് ഗോകുലം കേരള എന്ന ക്ലബ്ബ് രൂപീകരിക്കുന്നത്. വലിയ ആരാധക പിന്തുണയുടെ കണക്കുകൾ പറയാനില്ല, പ്രതീക്ഷകളുടെ അമിതഭാരവുമില്ല. പക്ഷേ ഈ കാലയളവിനുള്ളിൽ 2 ലീഗ് കിരീടങ്ങളും ഒരു ഡ്യൂറൻ കപ്പ് സ്വന്തമായുണ്ട്. അതുതന്നെയാണ് ഗോകുലം കേരളയെ വ്യത്യസ്തരാക്കുന്നത്.
ഗോകുലം കേരള കൂടി ISLലേക്ക് എത്തുമോ? ഈ പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ്. എന്തായാലും 6-ാം തീയതി വൈകുന്നേരം നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.